നമ്മുടെ നാട്ടിൽ പെട്രോൾ കിട്ടാതെ വരുമോ? അതായത് രാജ്യത്ത് ഒരു പ്രതിസന്ധി ഉണ്ട് എന്നൊരു ഭീതി നമ്മുടെ സോഷ്യൽ മീഡിയകളിലും വ്യാജ വാർത്താ സൈറ്റുകളിലും ഒക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വസ്തുത ഉണ്ടോ എന്നുള്ളതിലേക്കാണ് നമ്മളൊന്ന് അന്വേഷണം നടത്തുന്നത്. രാജ്യത്ത് പെട്രോളിൻ്റെ അഥവാ ഇന്ധനത്തിൻ്റെ ലഭ്യതയിൽ എന്തെങ്കിലും കുറവ് വരുമോ? അത് രാജ്യത്തിൻ്റെ ദൈനംദിന കാര്യത്തെ ബാധിക്കുമോ? നമുക്ക് വാഹനത്തിൽ ഉപയോഗിക്കാനായിട്ട് പെട്രോള്, ഡീസല്, ഈ CNG, LPG ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കിട്ടാതാകുമോ എന്നൊരു ഭയം ഈ നാട്ടിലുണ്ട്. LPG കിട്ടാതായി കഴിഞ്ഞാൽ എങ്ങനെ വീട്ടിൽ പാചകം ചെയ്യും? എങ്ങനെ നമ്മൾക്ക് വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും? ഇങ്ങനെ വലിയ തോതിലുള്ള ഒരു ആശങ്ക പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും രാജ്യത്ത് പെട്രോളും ഇന്ധനങ്ങൾ തുടങ്ങിയ ഇന്ധനങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊന്നും തന്നെ കിട്ടാതാകുമോ എന്നുള്ള ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നുള്ളതാണ്. ഇത് ജനങ്ങളെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അസ്വസ്ഥത ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷം തന്നെയാണ്. ഈ പ്രതിപക്ഷം പറഞ്ഞു പരത്തുകയാണ്, ഇതാ രാജ്യത്ത് വലിയ പ്രതിസന്ധിയാണ്, പ്രശ്നമാണ്, പ്രധാനമന്ത്രി പരാജയമാണ്, രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടാകുന്നു, ഇത് വലിയ ഭീതിയിലേക്ക് പോകും, രാജ്യത്ത് ക്ഷാമം വരും തുടങ്ങിയ വലിയ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ വാസ്തവം എന്ത് എന്നുള്ളതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്, ഇതിൻ്റെ ഡാറ്റകൾ പരിശോധിക്കുമ്പോഴാണ്, കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം എന്താണ് എന്നുള്ള വസ്തുതയിലേക്ക് വെളിച്ചം വീശുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ കാറുകളിലൊക്കെ നമ്മൾ ഇന്ധനം ശേഖരിച്ച് വെക്കുന്ന ഒരു പ്രവണത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ആപത്താണ്. ഇപ്പോൾ നമുക്ക് തൊട്ട് അടുത്ത് 1 2 മാസങ്ങൾക്ക് മുൻപ് എന്താണ് സംഭവിച്ചത്? LPG കിട്ടാതായി. LPG കിട്ടാതായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വളരെയധികം പൂഴ്ത്തിവയ്പ്പ് നടക്കാൻ തുടങ്ങി. അത് മാത്രവുമല്ല, ആൾക്കാർ പാനിക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് എല്ലാവരും ഇനി സിലിണ്ടർ കിട്ടാതാകുമോ എന്ന് വിചാരിച്ച് ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തു. അങ്ങനെ കോടിക്കണക്കിന് ബുക്കിംഗ് വന്നപ്പോൾ ബുക്കിംഗ് സംവിധാനങ്ങളൊക്കെ തകർന്നു. ബുക്കിംഗ് സമയത്തിന് കൊടുക്കാൻ പറ്റാതായി. ഇങ്ങനെ പ്രശ്നങ്ങൾ വരും. കാരണം എത്ര റിസർവ് ഉണ്ടെങ്കിലും എത്ര വലിയ രാജ്യമാണെങ്കിലും ശരി തന്നെ, പെട്ടെന്ന് ഒരുപാട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ തന്നെ കൊടുക്കാൻ കഴിയാതാകുമെന്നുള്ളത് വാസ്തവമാണ്. എത്ര വലിയ ബാങ്ക് ആയാലും ശരി തന്നെ, അവിടുത്തെ നിക്ഷേപകരെല്ലാം കൂടി വന്നിട്ട് ഞങ്ങളുടെ പണം തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാങ്ക് നിമിഷങ്ങൾക്കൊക്കെ തകർന്നു പോകും. അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ ബേസിക് എക്കണോമിക്സ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ കോവിഡ് കാലത്ത് നമ്മൾ ചെയ്തൊരു അബദ്ധമുണ്ട്. അതിപ്പോൾ കാണിക്കരുത് എന്നുള്ളത് കൂടിയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോവിഡ് വരാൻ പോകുന്നു. ആൾക്കാരെല്ലാം ചെന്നിട്ട് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുകയായിരുന്നു. വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുക, ഫുൾ ടാങ്ക് ഡീസലും പെട്രോളും ഒക്കെ അടിച്ചു കഴിഞ്ഞു എല്ലാവരും വന്നു. പക്ഷേ വാഹനം എടുത്ത് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ലോക്ക്ഡൗൺ കാലത്ത് ഇത്തരം മണ്ടത്തരങ്ങളെല്ലാം നമ്മുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും തന്നെ ചെയ്തതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനങ്ങളിലൊക്കെ നമ്മൾ എണ്ണയ്ക്ക് വില കൂടാൻ പോകുന്നു, ഇല്ലെങ്കിൽ കിട്ടാതാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ധനം അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. ഇന്ത്യക്ക് കരുതൽ സംഭരണം ഉണ്ടോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ കരുതൽ സംഭരണം തന്നെയാണ് ഇന്ത്യക്ക് ഉള്ളത് എന്നുള്ളതാണ്. എത്ര കരുതൽ സംഭരണമുണ്ട്? എവിടെ നിന്നൊക്കെയാണ് ഇന്ത്യ ഇന്ധനം വാങ്ങുന്നത്? ഇന്ത്യയുടെ വൈവിധ്യമാർന്ന വ്യവസ്ഥയാണ് ഇതിനകത്തുള്ളത് എന്നാണ്. ഒരു രാജ്യത്തിനെ അല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് ഈ ഇന്ധന സപ്ലൈ എല്ലാം തന്നെ കടന്നു വരുന്നത് എന്നുള്ളതാണ്. ഇറാനിൽ നിന്നോ, ഇല്ലെങ്കിൽ ഇറാഖിൽ നിന്നോ, UAEയിൽ നിന്നോ, സൗദിയിൽ നിന്നോ, ഖത്തറിൽ നിന്നോ, കുവൈറ്റിൽ നിന്നോ, ഒമാനിൽ നിന്നോ ഒക്കെ ആയാലും ശരി തന്നെ, ഈ ഇന്ധനം കടന്നു വരുന്ന പാതയിലാണ് ഒരു പ്രശ്നം. ആ സംഘർഷ മേഖല അവിടെ ആയതുകൊണ്ടാണ് നമ്മളെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഗുരുതരമായി ബാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിവാതക മന്ത്രാലയത്തിൻ്റെ മാർക്കറ്റിംഗ് ഓയിൽ റിഫൈനറിയുടെ ജോയിന്റ് സെക്രട്ടറി വിശദീകരിക്കുന്ന കാര്യമുണ്ട്. എണ്ണ ദൗർലഭ്യം രാജ്യത്തില്ല. രാജ്യത്ത് സഫിഷ്യൻ്റായ ആവശ്യത്തിനുള്ള എണ്ണയുണ്ട് എന്നുള്ളത്. ഇവിടെ ഗാന്ധിജിയുടെ ഒരു കോട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങളെല്ലാം തന്നെ ഭൂമിയിലുണ്ട്, പക്ഷേ അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളത് ഭൂമിയിലില്ല എന്ന്. അത് തന്നെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. ആവശ്യത്തിൽ അധികവും നമുക്കിവിടെയുണ്ട്, പക്ഷേ അത്യാഗ്രഹത്തിനുള്ളതില്ല എന്നുള്ളത് മനസ്സിലാക്കി ഉത്തരവാദിത്വമുള്ള പൗരന്മാരായിട്ട് നമ്മൾ മാറണം. അതിൻ്റെ ആഹ്വാനമാണ് ഇന്ന് പ്രധാനമന്ത്രി ചെയ്തത്. അപ്പോൾ 90% എണ്ണ ഈ പ്രശ്നബാധിത മേഖലയിൽ കൂടി കടന്നു വരുന്നത് കൊണ്ട് നമുക്കവിടെ ചില ഭീഷണികളുണ്ട്, ഇല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് മാത്രമല്ല, ലോക രാജ്യങ്ങളിൽ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. യൂറോപ്പ് പോലും ഈ പറയുന്ന എണ്ണയും പ്രകൃതിവാതകവും ഒക്കെ കിട്ടുന്നതിൽ വലിയ പ്രശ്നത്തിൽ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ്. കാലാവസ്ഥ ഇനി അങ്ങോട്ട് മാറുകയും കൂടി ചെയ്യുമ്പോഴത്തേക്കും യൂറോപ്പിനെ അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ
കാര്യങ്ങളൊക്കെ തന്നെ വേഗത്തിലാണ് നീക്കുന്നത്. പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ചർച്ച നടത്തുന്നുണ്ട്. ഇറാൻ പ്രതിനിധി സംഘം രാജ്യത്തേക്ക് ഇന്ത്യയിലേക്കൊക്കെ വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ബ്രിക്സ് രാജ്യങ്ങളുടെ പ്രതിനിധികളും ഇന്ത്യ സന്ദർശിക്കുകയാണ്. ഇന്ത്യ അതുകൊണ്ട് തന്നെ മറ്റ് റൂട്ടുകളിലൂടെ രാജ്യത്തേക്ക് എണ്ണ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളാവാം, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാവാം. അവിടെ നിന്നൊക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് ഈ പറയുന്ന എണ്ണ എത്തിക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ള ആലോചന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം എണ്ണയ്ക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് റഷ്യയാണ്. അപ്പോൾ റഷ്യയുടെ മോസ്കോ ഇല്ലെങ്കിൽ പടിഞ്ഞാറൻ ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് കയറ്റുമതി ചെയ്യുന്ന എണ്ണ ഇനി കിഴക്കൻ ഭാഗത്ത് നിന്ന് സ്വീകരിക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. റഷ്യയ്ക്ക് ഒരു വലിയ നഗരമുണ്ട് റഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് ജപ്പാനും ചൈനയ്ക്കും ഒക്കെ അടുത്ത് കിടക്കുന്ന ആ മേഖലയിൽ. ആ നഗരത്തിൻ്റെ പേര് വ്ളാഡിവോസ്റ്റോക്ക് എന്നാണ്. വ്ളാഡിവോസ്റ്റോക്കിലേക്ക് വലിയ പൈപ്പ് ലൈനുകളുടെയൊക്കെ തന്നെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകുന്നതോടുകൂടി തന്നെ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്ന സിറ്റിയും അവിടെയുള്ള വലിയ തുറമുഖവും ഇതിനെ സജ്ജമാകും. അവിടെ നിന്ന് എണ്ണ സ്വീകരിക്കാനായിട്ട് കഴിയും. മറ്റെന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ തന്നെ അതൊന്നും കാര്യമാക്കാതെ നമ്മുടെ രാജ്യത്തേക്ക് നമുക്ക് എണ്ണ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. ആ പ്രകാരമുള്ള നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു പാനിക് ബുക്കിങ്ങിൻ്റെ ആവശ്യമില്ല. പാനിക്കായിട്ട് നമ്മൾ ഈ പറയുന്ന ഇന്ധനം വാങ്ങി സൂക്ഷിക്കുകയോ ഇല്ലെങ്കിൽ വാഹനങ്ങൾ നിറയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തപരമായ ഉപഭോക്തൃ സംസ്കാരം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നാണ് രാജ്യം നമ്മോട് പറയുന്നത്. പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചതും ഇതേ കാര്യം തന്നെയാണ്. ഉത്തരവാദിത്വ ഉപയോഗം അതിൽ കേന്ദ്രീകരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നാണ്. വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അത് ഇന്ത്യക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന സുഹൃത്ത് രാജ്യങ്ങളായ വലിയ ഈ എണ്ണ ഉൽപ്പാദകരായ രാജ്യങ്ങളുണ്ട്. ഈ മേഖലയിൽ കൂടി അല്ലാതെ കടന്നു വരാൻ കഴിയുന്ന രാജ്യങ്ങളുമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വിവിധ രാജ്യങ്ങളിൽ, വിവിധ വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ സന്ദർശനം നടത്തി അവരുമായിട്ടെല്ലാം വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ വാങ്ങൽ വൈവിധ്യവൽക്കരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാജ്യത്തോ ഇല്ലെങ്കിൽ പശ്ചിമേഷ്യയെ മാത്രമല്ല ആശ്രയിക്കുന്നത്, അതിപ്പോൾ റഷ്യ ആശ്രയിക്കുന്നുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളെ ആഫ്രിക്കൻ രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ തോതിൽ നമ്മൾ ഇതെല്ലാം ഡൈവേഴ്സിഫൈ ചെയ്താണ്, അല്ലെങ്കിൽ വൈവിധ്യവൽക്കരിച്ചാണ് നമ്മൾ ഇപ്പോൾ എണ്ണ രാജ്യത്തേക്ക് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ പതാകയുള്ള 10 കപ്പലുകൾ ഇപ്പോൾ, അതായത് ഇന്നത്തെ ദിവസം ഹോർമൂസ് കടലിലേക്ക് താണ്ടി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നിന് പോലും അധിക ചാർജോ ചുങ്കമോ കരമോ എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം. അതും ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. അപ്പോൾ 10 കപ്പലുകളാണ് ഇന്ധനവുമായി ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ളത്. ഇനി 13 ഈ മേഖലയിൽ തുടരുന്നുണ്ട്. അതും അധികം വൈകാതെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് എത്തും എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ രാജ്യത്ത് യാതൊരു വിധമായിട്ടുള്ള ഇന്ധന പ്രതിസന്ധി നിലനിൽക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഓയിൽ റിസർവുകളുണ്ട്, ഇന്ധന റിസർവുകൾ. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മംഗളൂരു, വിശാഖപട്ടണം, പാതൂർ, ഉടുപ്പിയിലെ പാതൂർ തുടങ്ങിയ മേഖലകളിലാണ് ഉള്ളത് എന്നുള്ളത്. നമ്മൾ വലിയ ഖനികളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഖനികൾ കൽക്കരി ഖനികളായിരിക്കാം, മറ്റു ഖനികളായിരിക്കാം. ഈ ഖനികളെല്ലാം തന്നെ സീൽ ചെയ്ത് അതിനെയെല്ലാം വൃത്തിയാക്കി കൃത്യമായ കൺസ്ട്രക്ഷൻ നടത്തിയ ശേഷമാണ് ഇവിടെയെല്ലാം ഇത്തരം ക്രൂഡ് ഓയിലുകളും കാര്യങ്ങളും ഒക്കെ തന്നെ സൂക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള വിവിധ പ്രദേശങ്ങൾ ഇല്ലെങ്കിൽ തന്നെ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന വലിയ വലിയ ടാങ്കുകൾ, ഇതിലെല്ലാമാണ് നമ്മൾ ഈ പറയുന്ന ഇന്ധനങ്ങൾ, ക്രൂഡ് ഓയിൽ തുടങ്ങിയവയൊക്കെ സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ നിലവിലെ സംഭരണ ശേഷി എന്ന് പറയുന്നത് 5.33 മില്യൺ മെട്രിക് ടണ്ണാണ്. അതായത് 53 ലക്ഷം മെട്രിക് ടൺ ഊർജം ഇല്ലെങ്കിൽ ഇന്ധനം നമ്മുടെ പക്കലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ത്യയുടെ 65 ദിവസത്തേക്ക് വേണ്ട ഇന്ധനം ഇന്ത്യയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. അതായത് 65 ദിവസം നമുക്ക് ഇനി ഒരു കപ്പലും വന്നില്ലെങ്കിൽ കൂടി 65 ദിവസം നമുക്ക് സുഖമായി മുന്നോട്ട് പോകാനുള്ള അത്രയും ഇന്ധനം നമ്മുടെ രാജ്യത്ത് റിസർവ് ആയിട്ടുണ്ട്. ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ഉണ്ട്. അതുൾപ്പെടെയാണെങ്കിൽ 87 ദിവസം രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഇത്രയും, അതായത് ഏതാണ്ട് 3 മാസത്തോളം ഒരു കപ്പൽ പോലും ഹോർമൂസ് കടന്നില്ലെങ്കിലും ഇന്ത്യക്ക് സുരക്ഷിതമായി ഊർജ്ജ പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. അത്രയും ദീർഘമായിട്ടൊന്നും ഈ യുദ്ധമോ പ്രശ്നങ്ങളോ ഒന്നും നീണ്ടു നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി വരാൻ പോകുന്നില്ല. അങ്ങനെ ഉണ്ടായാൽ പോലും തന്നെ മറ്റ് ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് രാജ്യത്തേക്ക്, ഇന്ത്യയിലേക്ക് ഇന്ധനം എത്തുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? അതാണ് പ്രധാനമന്ത്രിയും രാജ്യവും ഒക്കെ നമ്മളോട് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത്
ഉത്തരവാദിത്വപൂർണ്ണമായ ഇന്ധന ഉപഭോഗം നടത്തുക. പരമാവധി ഈ പറയുന്ന പോലെ നമ്മൾ വർക്ക് ഫ്രം ഹോം ചെയ്യുക. നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ വാഹനങ്ങൾ, പൊതുഗതാഗതത്തെ ഉപയോഗിക്കുക. സ്വകാര്യ വാഹനങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഒരു കാർ എടുത്ത് ഒരാൾ ഒറ്റയ്ക്ക് ഓടിക്കുന്നതിനേക്കാൾ ഒരു കാർ എടുത്തിട്ട് അതിനകത്ത് 5 പേരെ, നമ്മുടെ അടുത്ത വീട്ടിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ കൂടിയും ഓഫീസിലേക്ക് പോകുന്നത് ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ അവിടെ അത്രയും ഇന്ധനം ലാഭിക്കാൻ കഴിയും. അത് ഒരു സുരക്ഷിതവുമായിട്ടുള്ള ഉത്തരവാദിത്തപൂർണ്ണമായിട്ടുള്ള ഒരു പദ്ധതിയാകും. അങ്ങനെ നമ്മൾ സമൂഹത്തിനോട്, നമ്മുടെ രാജ്യത്തോട് നമ്മളുടെ ഉത്തരവാദിത്തം, അവകാശങ്ങളെപ്പറ്റി മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി കൂടി നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മുടെ രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം, സ്നേഹം, കടമ ഒക്കെ നിറവേറ്റുന്നത്. അതിലാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത്. ഇവിടെ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയോ ഇന്ധന ലഭ്യതയ്ക്കുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം.